മൾട്ടി അഡ്വർടൈസേഴ്സ് ആഡ്. മെറ്റയിൽ നിങ്ങളുടെ ബിസിനസിന്റെ ആഡ് നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സിന്റെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സുമായി റിലേറ്റഡ് ആയിട്ടുള്ള മറ്റ് ബിസിനസ്സുകളുടെയോ ആഡിന്റെ കൂടെ വന്നാൽ എന്താണ് സംഭവിക്കാന്ന് നോക്കിയിട്ടുണ്ടോ? മെറ്റയിൽ തന്നെ പലപ്പോഴും പലരും അവോയ്ഡ് ചെയ്യുന്ന ഒരു ഫീച്ചർ ഉണ്ട്, നമ്മുടെ ആഡ് സെറ്റപ്പിൽ കാണപ്പെടുന്ന മൾട്ടി അഡ്വർടൈസേഴ്സ് ആഡ്. ഇത് പലപ്പോഴും ഡിഫോൾട്ട് ആയിട്ട് എനേബിൾഡ് ആയിട്ടായിരിക്കും ഉണ്ടാകുക. ഇത് എനേബിൾ ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സിന്റെ ആഡിന്റെ കൂടെ ആയിരിക്കും നിങ്ങളുടെ ആഡ് വരിക, അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സുമായി റിലേറ്റഡ് ആയിട്ടുള്ള മറ്റ് ബിസിനസ്സുകളുടെ ഒരു സെറ്റ് ഓഫ് ആഡ് ഗ്രൂപ്പ് മെറ്റ തന്നെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഈ ആഡ് ഗ്രൂപ്പിലായിരിക്കും നിങ്ങളുടെ ആഡും ഷോ ചെയ്യാം. മെറ്റ തന്നെ പറയുന്നത് യൂസറിന്റെ ഇൻട്രസ്റ്റ് ബേസിൽ പേഴ്സണലൈസ്ഡ് ആഡ് ഗ്രൂപ്പ് ആയിട്ട് ഷോ ചെയ്യുമെന്ന്. അതായത് യൂസർ ഒരു പർച്ചേസിംഗ് മൂഡിലിരിക്കുന്ന അല്ലെങ്കിൽ ഷോപ്പിംഗ് മൂഡിലാണെങ്കിൽ ആ സെറ്റ് ഓഫ് കാറ്റഗറിയിൽ വരുന്ന ആഡുകളെല്ലാം അറ്റ് എ ടൈം വിസിബിൾ ആയിട്ട് കാണിക്കാൻ ചാൻസ് ഉണ്ട്. ഒരു ആഡ് കഴിഞ്ഞാൽ തൊട്ടടുത്ത ആഡ്, അല്ലെങ്കിൽ നമ്മളൊരു ആഡിന് ലീഡ് സബ്മിറ്റ് ചെയ്യണമെങ്കിൽ ലൈക്കോ കമന്റ് ഒക്കെ നമ്മൾ ഇടുകയാണെങ്കിൽ തൊട്ടടുത്ത നിമിഷം നമ്മുടെ കോമ്പറ്റീറ്ററിന്റെ ആഡോ അല്ലെങ്കിൽ ഈ ആഡ് ഗ്രൂപ്പിൽ ലിസ്റ്റ് ഓഫ് ആഡ് ഗ്രൂപ്പിൽ വരുന്ന മറ്റൊരു ബിസിനസിന്റെ ആഡ് നമുക്ക് കാണാൻ നല്ല ചാൻസ് ഉണ്ട്. ഇത് ശരിക്കും ഡിജിറ്റൽ മാർക്കറ്റേഴ്സിനും ബിസിനസ് ഓണേഴ്സിനും അഡ്വാൻറ്റേജ് ആണോ, അല്ലെങ്കിൽ ഇത് നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിന് ഒരു ഫ്രീ വിസിബിലിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് മെറ്റ തന്നെ ക്രിയേറ്റ് ചെയ്ത ഒരു ഫീച്ചർ ആണോ എന്ന് നമുക്ക് അടുത്ത പാർട്ട് 2 ഡിസ്കസ് ചെയ്യാം.